ഹണി റോസിനെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് ഹണി റോസ് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. അത് ബോച്ചയുടെ പ്രമുഖ വ്യവസായിയായ ബോച്ചയുടെ പേരിലാണ് പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബോച്ചയ്ക്കെതിരെ ആദ്യം ഒരു പ്രസ്താവനയുമായി ഫേസ്ബുക്കിൽ രംഗത്തെത്തിയിരുന്നല്ലോ ഹണി റോസ്. അതിന് താഴെ അനാവശ്യമായ ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടിയുള്ള കമന്റുകൾ ഇട്ട 30 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഹണി റോസ് തുടർച്ചയായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിന്റെ വഴിയിലാണോ? ഉറപ്പായിട്ടും. കാരണം ഇന്നലെ ഹണി റോസ് പ്രഖ്യാപിച്ചിരുന്നു, താനൊരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തനിക്കെതിരെ അധിക്ഷേപ പ്രയോഗങ്ങളും അപകീർത്തി പരാമർശങ്ങളും നടത്തുന്നവർക്കെതിരെ എന്തായാലും താൻ നിയമം വഴി മാക്സിമം മുന്നോട്ട് പോകുമെന്ന് ഇന്നലെ ഹണി റോസ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോഴാണ് ഹണി റോസ് ചേട്ടൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമാണ് അവർ സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് ബോബി ചെമ്മണ്ണൂറിൻ്റെ പേരെടുത്ത് പറയാതെ ആയിരുന്നു അവർ പോസ്റ്റ് ഇട്ടത്. അതിലവർ വ്യക്തമായി പറയുന്നുണ്ട്, പിന്നാലെ നടന്ന് വളരെ മോശമായിട്ട് അവരെക്കുറിച്ച് സംസാരിക്കുന്ന പല ഇൻ്റർവ്യൂകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂറിൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയാണ്, അയാൾ ഉപയോഗിക്കുന്ന ഭാഷ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവർ സമൂഹ മാധ്യമത്തിൽ എത്തിയത്. അപ്പോഴും എല്ലാവരും വളരെ ആകാംക്ഷയായിരുന്നു. കാരണം അയാളുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകുമെന്ന്. പക്ഷേ ഈ ഹണി റോസ് പോസ്റ്റ് ഇട്ടതിന് താഴെ കമൻ്റ് ഇട്ടവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 30 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരാളെ അറസ്റ്റും ചെയ്തിരുന്നു, ഒരു 60കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ബൊച്ചെ എന്തായാലും താൻ രക്ഷപ്പെട്ടു എന്ന നിലയിൽ തന്നെയാണ് നിന്നത്. കാരണം പുള്ളിയുടെ പേര് അവർ എടുത്ത് പറഞ്ഞിട്ടില്ല. ഒരാൾ തന്നെ തുടർച്ചയായി അധിക്ഷേപിക്കുന്നു എന്ന് മാത്രമേ ഹണി റോസ് ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ബൊച്ചെ സേഫ് ആണെന്നാണ് ബൊച്ചെ വിചാരിച്ചത്. പക്ഷേ ഇന്നലെയാണ് നടി ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. IT ആക്ട് തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ മാധ്യമ വാർത്തകളിലെല്ലാം ഈ വാർത്ത തന്നെയാണ് നിറഞ്ഞു നിന്നത്. കാരണം നമുക്കറിയാം, ഒരു സാധാരണ സ്ത്രീ വരെ ഇവിടെ ഒരുപാട് അധിക്ഷേപമായിട്ടും അതുപോലെ തന്നെ അപകീർത്തി പരാമർശങ്ങൾ നേരിടുന്നുണ്ട്. കാരണം അവർ ധരിക്കുന്ന വസ്ത്രത്തെ ചൊല്ലി, പിന്നീട് അവരിപ്പോൾ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ കൂടി അവർക്കെതിരെ ഒരുപാട് പേർ ലൈംഗിക ചൊവ്വയായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ അതിൻ്റെ കമൻറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു നടിക്കെതിരെ എത്രത്തോളം വരാമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയത് വലുതായിട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അദ്ദേഹം വലിയൊരു സമ്പന്നനാണ്. ചിലപ്പോൾ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാം, അങ്ങനെ ചാൻസും ഉണ്ട്. കാരണം എല്ലാവരും ചോദിക്കുന്നത് ഹണി റോസിനോട് ഇതിന് മുന്നേ അവർക്ക് പരാതി നൽകിക്കൂടായിരുന്നു. കാരണം ഇയാൾ തുടർച്ചയായിട്ട് ഇവർക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടല്ലേ ഇരുന്നത്. അപ്പോൾ അവർ അതിൽ പറയുന്നത് കാരണം തനിക്ക് എന്ന് വെച്ചാൽ താൻ വഴിയെ പോകുന്ന പ്രശ്നങ്ങളിൽ താൻ തലയിടുന്നില്ല. കാരണം അതോടൊപ്പം തന്നെ ഇങ്ങനെ തുറന്നു പറയുന്നവർക്ക് കൂടുതൽ സൈബർ ആക്രമണത്തിന് ഇരയാകുന്നത് ഉറപ്പായിട്ടും കാരണം ഹേമ കമ്മിറ്റി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ പലരും തുറന്നു പറയാൻ മുന്നോട്ട് വന്നിരുന്നു. പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർക്കെതിരെയായിരുന്നു വിമർശനം. അവരെന്തോ കുറ്റം ചെയ്തതുപോലെ ഇങ്ങനെ തുറന്നു പറയുന്നതാണ് കുറ്റം എന്ന രീതിയിലാണല്ലോ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ കണ്ടത്. അതെ, ഇപ്പോൾ ഹണി റോസ് ഈ പരാതി നൽകിയപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് നടിമാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ WCC വരെ അവൾക്കൊപ്പം എന്നുള്ളൊരു ഹാഷ്ടാഗ് ഇട്ടാണ് WCC ഹണി റോസിന് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. പിന്നീട് ആസിഫ് അലി പോലെയുള്ള പ്രമുഖ നടന്മാരും ഹണി റോസിന് പിന്തുണയായി. കാരണം ഒരു സ്ത്രീകൾക്കെതിരെയും ഇതുപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തരുത്, അതിന് കർശനമായ ശിക്ഷ തന്നെ നൽകണം. ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ് ഹണി റോസിനെ കുറിച്ച് അയാൾ പറയുന്നത്. ഞാൻ ഒരു വളരെ മോശമായ വാക്കാണ് ഹണി റോസിനെ കുറിച്ച് അയാൾ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അപ്പോൾ അയാളെന്ന് പറയുന്നത് കുട്ടികളോടൊന്നില്ല, പ്രായമായ ആൾക്കാരൊന്നുമില്ല, എല്ലാവരുടെ അടുത്തും ഒരു ലൈംഗിക ചൊവ്വയോട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ സംസാരിക്കുന്നത്. ആദ്യമൊക്കെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ബിസിനസ് നമ്മൾ നോക്കിയാൽ മറഡോണയെ പിടിച്ചായിരുന്നു എല്ലാം ചെയ്യുന്നത്. കാരണം മറഡോണയും അയാൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പം അയാളുടെ ഏത് ഷോറൂം എവിടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ മറഡോണയെ എത്തിക്കും. കാരണം എല്ലാവരിലും ഒരു പബ്ലിസിറ്റി എത്തിക്കാൻ വേണ്ടി. അത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് മറഡോണ മരിച്ചു, എന്നിട്ടാണ് അദ്ദേഹം സിനിമാ നടികളെ കൊണ്ടുവരാൻ തുടങ്ങിയത് ഉദ്ഘാടന വേളയിൽ. കാരണം ഒരുപാട് കാശ് നൽകിയാണല്ലോ സിനിമാ നടികളെ എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരുപാട് കാശ് നൽകുമ്പോൾ അദ്ദേഹത്തിന് ഒരു അഹങ്കാരം ഉണ്ടാകും. കാരണം ഈ എത്തിക്കുന്ന സിനിമാ നടികളെ എന്തും പറയാം, അല്ലെങ്കിൽ വായി തോന്നുന്ന എന്തും പറയാം, അവരൊന്നും പ്രതികരിക്കില്ല. കാരണം താൻ പൈസ കൊടുത്താണല്ലോ എത്തിക്കുന്നത് എന്നുള്ളൊരു അഹങ്കാരം ബൊച്ചയിലുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ബോച്ച പല സ്റ്റേജുകളിൽ വെച്ചും ഹണി റോസിൻ്റെയോട് മോശം കുന്തി ദേവി എന്നുള്ളൊരു പരാമർശം നടത്തിയത്. ഹണി റോസിൻ്റെയോട് മാത്രമല്ല, അന്ന രാജൻ അവരൊരു പ്രമുഖ സെലിബ്രിറ്റിയാണ്. അപ്പോൾ അവരുമായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ബൊച്ചെ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അന്ന രാജൻ്റെ കൂടെ വന്ന് ഡാൻസ് കളിക്കാം. അയാൾക്ക് അത് പറയേണ്ട എന്ത് റൈറ്റ്സ് ആണ് അവിടെ ഉള്ളത്? അയാൾ പൈസ കൊടുക്കുന്നു, ഓക്കെ, ഒരു നടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു, പക്ഷേ ഒരു നടിയൊരു ഡാൻസ് കളിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഫ്രീ പാസ് തരുന്നു എന്നൊന്നും അയാൾക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ അത്രയും ഒരു വൃത്തികെട്ടമായ ഒരു ഭാഷയിൽ അയാൾ ബോച്ചെ സംസാരിക്കുന്നത്. ആരാധകർ പറയുന്നത് ഈ ഹണി റോസിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടാണ്. അതെ, ഹണി റോസിന് ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഈ പ്രത്യേകിച്ച് സിനിമാ നടികൾക്കെതിരെ രൂക്ഷമായിട്ട് സൈബർ അറ്റാക്ക് വരുന്നത്, ഒന്ന് അവരുടെ ക്യാരക്ടേഴ്സ് വെച്ചും, രണ്ട് അവരുടെ ഈ വസ്ത്രധാരണം വെച്ച് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ഓഫ് ഷോൾഡർ ടോപ്പ് ഇട്ടാലോ, അല്ലെങ്കിൽ ഒരു ഹാഫ് സ്ലീവ് ടോപ്പ് ഇട്ടാലോ, അല്ലെങ്കിൽ കൈയില്ലാത്ത ഉടുപ്പിട്ടാലോ, ചിലപ്പോൾ ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ടാലോ, എല്ലാം മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാവരും ഒരു വേറെ കണ്ണിൽ കൂടെ തന്നെയാണ് അത് കാണുന്നത്. ഇവൾക്ക് കുറച്ച് വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടൂടെ, ഇങ്ങനെ എന്തിനാണ് ഡ്രസ്സ് ഇടുന്നത്? നമുക്കറിയാലോ, നമ്മൾ പല നടിമാരുടെയും യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്ത് നോക്കി അതിന് താഴെ വരുന്ന കമൻറ്റ് കണ്ട് നമ്മൾ തന്നെ ലജ്ജിച്ചു പോകും. കാരണം ഇത്രയും ഒരു സംസ്കാരമില്ലാത്ത കണക്കാണ് അവർ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ല, അല്ലെങ്കിൽ നിനക്ക് ഇത്രയും വൃത്തിയുടെ ഡ്രസ്സ് ഇത് എവിടെ നിന്ന് കിട്ടുന്നു? നമ്മളവിടെ ചിന്തിക്കരുത്, അത് അവരുടെ ഇഷ്ടമാണ്. ഏത് ഡ്രസ്സ് ഇടാമെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എനിക്ക് ഇടാത്തുള്ളൂ. അത് മറ്റുള്ളവരെ ബോധിപ്പിച്ച് നമുക്ക് ഇടാൻ സാധിക്കത്തില്ല. അതാണ് നടിമാരുടെ കാര്യം നടക്കുന്നത്. പിന്നെ പല നടിമാരും ഇത് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് പല നടിമാരും മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പറഞ്ഞാൽ മനസ്സിലാകുന്നവരടുത്ത് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ മൈൻഡ് ചെയ്യാത്തിടത്തോളം വീണ്ടും സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഹണി റോസ് ഈ പരാതി നൽകി. എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ഇതൊരു മുന്നറിയിപ്പാണ്. അപ്പോൾ കുറച്ച് പേരെങ്കിലും മുന്നറിയിപ്പാണ്. കാരണം ഒരു നടിക്കെതിരെ ഇങ്ങനെ രൂക്ഷമായ അപവാദ പരാമർശങ്ങളോ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയോട് സംസാരിക്കാൻ പാടില്ല. അത് കുറ്റകരം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ ഹണി റോസിന് പിന്നാലെ പല നടിമാരും രംഗത്ത് വന്നേക്കാം. ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ മാത്രമായിരിക്കില്ല, മറ്റ് വ്യവസായികൾക്കെതിരെയും പല നടിമാരും രംഗത്ത് വരും. അത് നമ്മളിനി കാണാൻ പോകുന്നേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടി അതായത് പ്രമുഖ നടൻ സിദ്ദീഖിനെതിരെ ഒരു നടി വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് പല നടിമാരും ജയസൂര്യക്കെതിരെയും മുകേഷിനെതിരെയൊക്കെ രംഗത്ത് വന്നത്. അപ്പോൾ അവിടെ ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചു, ഇപ്പോഴും ഒരു 8 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ബോധോദയം ഉദിച്ചത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനൊക്കെ അവിടെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് തനിക്ക് പേടിയായതുകൊണ്ടാണ്. അപ്പോൾ ആ പേടി നമ്മൾ അവിടെ എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലരും മുന്നോട്ട് വരുന്ന പേടി കൊണ്ട് തന്നെയാണ്, ഭയം കൊണ്ട് തന്നെയാണ്. ഒരാൾ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനെതിരെ അല്ലെങ്കിൽ ഒരു വ്യവസായിക്കെതിരെ, ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോൾ ഹണി പരാതി നൽകിയിരിക്കുന്നു. ഹണിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പം അവർക്കെതിരെ രൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവരൊരു സത്യം പറഞ്ഞതുകൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. അവരൊരു സത്യം, അതായത് ബോബി ചെമ്മണ്ണൂർ തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി എന്നവരോട് സത്യം പറയുകയാണ്. അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് അവർക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി വന്നത്. പിന്നീട് ബൊച്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ, ബൊച്ച ഇന്നലെ വാർത്തകളിൽ വന്നായിരുന്നല്ലോ, ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന്. കാരണം ഒരു തെറ്റ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം മാപ്പ് പറയുന്നത്? അയാൾക്കറിയാം അയാൾ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടല്ലേ അദ്ദേഹം മാപ്പ് പറയാൻ വേണ്ടി രംഗത്ത് വന്നത്. പിന്നീട് എല്ലാവരും ചോദിച്ചു, ബൊച്ച പെട്ടല്ലോ, ഇനി ബൊച്ച എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ പല ആങ്കേഴ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബൊച്ച പറയുന്നത്, ഞാൻ കുന്തി ദേവി എന്ന് പറയുന്നത് ഒരു മഹാഭാരതത്തിലെ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ അല്ലേ, ഞാൻ നല്ലൊരു ഇൻസ്പിറേഷൻ കൂടി അല്ലെങ്കിൽ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഹണി റോസിനെ കുന്തി ദേവി എന്ന് വിളിച്ചതാണ് ബൊച്ച പറയുന്നത്. അങ്ങനെ കുന്തി ദേവി എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മഹാഭാരതം നമ്മൾ എടുത്തു നോക്കിയാൽ വേറെ പല ക്യാരക്ടേഴ്സും ഉണ്ടല്ലോ. അപ്പോൾ കുന്തി ദേവിയായിട്ട് തന്നെ ഹണി റോസിനെ എന്തിനാ ഉപമിക്കുന്നത്? അതൊക്കെ അവിടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നതെല്ലാം ഒരു ഇൻസ്പിറേഷൻ്റെ ഭാഗമായിട്ടാണ്. ഇൻസ്പിറേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ എന്തിനാ മാപ്പ് പറയാൻ വേണ്ടി താൻ സജ്ജനാണെന്ന് അയാൾ പറയുന്നത്? അപ്പോൾ ഉറപ്പായിട്ട് അയാൾക്ക് അറിയാം അയാൾ ഈ കേസിൽ പെടുമെന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അയാൾ മാപ്പ് പറയാൻ വേണ്ടി വന്നത്. അയാളിപ്പോൾ വക്കീലുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ വാർത്തകളിൽ പറയുന്നുണ്ട്. എന്തായാലും ഹണി റോസിൻ്റെ പരാതിയിൽ ഹണി റോസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇത് പല നടിമാർക്കും പ്രചോദനമാണ്. അതായത് സ്ത്രീകളോട് ആരും അധിക്ഷേപം നടത്തേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഒരു വസ്ത്രം ധരിക്കേണ്ടത് അയാളുടെ ഇഷ്ടമാണ്. പിന്നീട് ഹണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിനിമകൾ പൊതുവെ ഹണി റോസിന് കുറവാണ്. അതുകൊണ്ട് ഉദ്ഘാടന ചടങ്ങുകളാണ് കൂടുതലും അവർ എത്തുന്നത്. അപ്പോൾ ഒരു ഉദ്ഘാടന വേളയിൽ എന്തും പറയാമെന്നുള്ളൊരു ഒരു വ്യവസായിക്കുമല്ല മറ്റൊരാൾക്കും അങ്ങനെ തോന്നരുത്. അതുകൊണ്ട് തന്നെ ഹണി റോസിൻ്റെ ഈ പരാതിയിൽ എല്ലാവരും അവർക്ക് സപ്പോർട്ടാണ്. സ്ത്രീകൾ എല്ലാവരും അവർക്ക് സപ്പോർട്ടാണ്. പിന്നീട് പുരുഷന്മാരിൽ കൂടുതൽ പേരും അവർക്ക് സപ്പോർട്ട് അറിയിച്ചപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് മാത്രമല്ല, സ്ത്രീകൾക്കെതിരെ അധിക്ഷേപവും അതുപോലെ തന്നെ ലൈംഗിക ചൊവ്വോടുകൂടി സംസാരിക്കുന്ന എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പായിരിക്കണം. ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കണം. എന്തായാലും അവർ ഇപ്പോൾ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഈ യുദ്ധം എന്തായാലും മുന്നോട്ട് പോകട്ടെ. ആരൊക്കെ പെടും? ബോബി ചെമ്മണ്ണൂർ മാത്രമാണോ? ഇനി ആരൊക്കെ പെടുമെന്ന് നമുക്കറിയില്ല. കണ്ടു തന്നെ അറിയാം.